കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ക്രിസ്ത്യാനികളാണ്, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർ. കാരണം പെന്തക്കോസ്തിന്റെ രാഷ്ട്രീയം ഒന്നുകൂടെ ശക്തമാക്കാമെന്നാണ് അവർ കരുതിയത്. പോരാഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആരാധനയ്ക്ക് ഒരു കോട്ടം വരുത്തില്ല. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാർ പെന്തക്കോസ്ത് അനുകൂലികൾ. പോരാഞ്ഞ മന്ത്രിയുടെ ഉറപ്പുള്ള വാക്കും. എന്നിട്ടും ജനം ഇന്നലെ നിലവിളിച്ചു, വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആരാധിക്കാൻ ഞങ്ങൾക്ക് സാവകാശം തരണം. പെന്തക്കോസ്തിന് രാഷ്ട്രീയക്കാർ അനുകൂലമാണ്, മന്ത്രി അനുകൂലമാണ്, മന്ത്രിയുടെ വാക്കുകൾ അനുകൂലമാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പെന്തക്കോസ്തരെ കൊണ്ട് നിറഞ്ഞു വരികയാണ്. പെന്തക്കോസ്തിന് ആവശ്യത്തിന് പണമുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, കരാട്ടെ, കുംബെ എന്നുവേണ്ട എല്ലാ വിദ്യകളും പഠിച്ചവരുണ്ട്. പെന്തക്കോസ്തിന് സ്വന്തം MLA ഉണ്ട്. എന്നിട്ടും പെന്തക്കോസ്തിന്റെ ആശങ്ക ഏറി വരുന്നുവെങ്കിൽ ഇനിയും പെന്തക്കോസ്ത് ചെയ്യേണ്ടത് എന്താണ്? ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞങ്ങളെപ്പോലുള്ള തലമുറകളുടെ നിലവിളിയായിരുന്നു. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ പെന്തക്കോസ്തിനെ നന്നായിട്ടൊന്ന് അഴിച്ചു പണിയണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആ നിലവിളിയും ഞങ്ങളുടെ ആ പ്രാർത്ഥനയും. ആ പ്രാർത്ഥനയ്ക്ക് ഇത്ര പിടിയുന്ന മറുപടി ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. പാസ്റ്റർ ബിനു വാഴമുട്ടം അതിൻ്റെ ഒരു ആദ്യത്തെ കണ്ണി എന്ന് മാത്രമേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. ഒരാൾ സങ്കടത്തിലൂടെ പോകുമ്പോൾ ഞങ്ങൾ കൈകൊട്ടിച്ചിരിക്കാൻ വന്നവരല്ല. ശരീരത്തിന്റെ ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ മറ്റെല്ലാ അവയവങ്ങളും അതിൽ പങ്കുചേരുന്ന പോലെ ഇദ്ദേഹത്തിന്റെ വേദന ഞങ്ങളും നന്നായി പങ്കുചേരുന്നു. എന്നാൽ ഞങ്ങളെപ്പോലുള്ള തലമുറകൾ ആഗ്രഹിക്കുന്ന പെന്തക്കോസ്ത് എന്താണ്? ഇന്ന് നേതാക്കന്മാർ വളർത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ അവർ ലീഡ് ചെയ്യുന്ന പെന്തക്കോസ്തിനെ ഞങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ മനസ്സില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലവിളിയും അത് തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പെന്തക്കോസ്ത് എന്താണ്? എന്താണോ നമ്മൾ ദൈവവചനത്തിൽ പ്രസംഗിക്കുന്നത് അത് തന്നെ സഭയിൽ നടന്നു കാണുവാൻ, ദേശത്ത് നടന്നു കാണുവാൻ ഞങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഭിന്നത വെടിഞ്ഞ് പെന്തക്കോസ്ത് ഒന്നായി തീരുക. നിന്റെ സഭ എൻ്റെ സഭ, നിന്റെ വേദി എൻ്റെ വേദി, നിന്റെ ജനം എൻ്റെ ജനം, എൻ്റെ മെസ്സേജ് നിന്റെ മെസ്സേജ് എന്നുള്ള ആ ഭിന്നതയാണ് ആദ്യം വിടേണ്ടത്. അങ്ങനെയെങ്കിൽ അത് തുടങ്ങേണ്ടതും പാസ്റ്റർമാരിൽ നിന്ന് തന്നെയാണ്. പാസ്റ്റർ ബിനുവും സഭയും ആ കഷ്ടത്തിലൂടെ, ആ വേദനയിലൂടെ കടന്നു പോയപ്പോൾ അവരോട് ചേർന്ന് നിന്ന പാസ്റ്റർമാരെ ഓർത്താണ് ഇന്ന് ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നത്. അവരെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. രാവിലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന നിരപരാധികളായ, നിഷ്കളങ്കരായ, സാധാരണക്കാരായ ഈ നാട്ടുകാരായ ആൾക്കാരെ അവരുടെ സ്വാതന്ത്ര്യമായ ആരാധനയും പ്രാർത്ഥനയും തടസ്സപ്പെടുത്തുന്ന വിഷയം അറിഞ്ഞത്. അത് വ്യക്തിപരമായി വേദനയുണ്ടാക്കിയ ആ വിഷയത്തിൽ ഇടപെടാൻ അവസരമുണ്ടായി. മീഡിയയിലൂടെ അറിഞ്ഞു കണ്ടുവന്ന് അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്ന് നാവ് പോലും അനക്കുവാൻ കഴിയാതെ വേദനയിലായിരിക്കുന്ന ആ പാസ്റ്ററേയും കുടുംബത്തെയും ആ സഭയെയും ഒരു വാക്കുകൊണ്ട് താങ്ങുവാൻ കാണിച്ച ആ ശിഷ്യത്വമാണ് ഏറ്റവും വലിയ സ്നേഹമെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുക. ആ പാസ്റ്റർ ആര് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു പ്രത്യേക സല്യൂട്ട്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. സ്വന്തം സഭയും സ്വന്തം ശുശ്രൂഷയെ മാറ്റിവെച്ച് പാസ്റ്റർ ബിനുവിനെ ശുശ്രൂഷയിൽ ഒന്ന് താങ്ങുവാൻ കടന്നു വന്ന ജനത്തിന് ഒരു ഉത്സാഹവും ഒരു ആവേശവും പകർന്നു കൊടുത്ത് അവരെ എല്ലാ രീതിയിലും ശുശ്രൂഷിക്കുവാൻ, അവർക്കൊരു താങ്ങായി തീരുവാൻ ഓടി വന്ന പാസ്റ്റർ KA തോമസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ KA എബ്രഹാമിന്റെ സ്വന്തം അനുജൻ. പെന്തക്കോസ്തുകാരന് ഒരു നിയമം, മറ്റവന് വേറെ നിയമം നടക്കത്തില്ല. ഇവിടുത്തെ ഏതെങ്കിലും BJP-കാരൻ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് ആരാധന അടച്ചുപൂട്ടാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമാണ്. എന്താ കൊച്ചാട്ട, നീ അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി, നടക്കത്തില്ല. അതിൻ്റെ പേര് പറഞ്ഞ് നിരപരാധികളായ പാവപ്പെട്ട കേരളത്തിലെ ദൈവമക്കൾ ആരാധിക്കുന്ന ആരാധനാലയത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പട്ടി ഷോ കാണിക്കാൻ നിന്നാൽ അതിന് മറുപടി പറയാൻ കേരളത്തിലെ ആർജവമുള്ള പെന്തക്കോസ്തിൻ്റെ പുതിയ തലമുറയുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. എന്നാ ചെയ്താലും കുഴപ്പമില്ല, പെന്തക്കോസ്തിനെ ചവിട്ടിക്കൂട്ടി പന്ത് പോലെയാക്കി ക്രൂശിന്റെ നടുവിൽ കൊണ്ട് തറയ്ക്കാം. യേശു നിമിത്തം അവർ സ്വയം ബലഹീനരാകുന്നവരാണെന്നൊരു തോന്നല് ഞങ്ങളുടെ അപ്പച്ചന്മാർ വരുത്തി വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളും ചെയ്യാറുള്ളത്. പക്ഷെങ്കിൽ ഈ കാലത്ത് പറയാനുള്ളതെന്നല്ല, ശക്തമായും വ്യക്തമായും പറഞ്ഞ് ഒന്ന് ധരിപ്പിക്കാം എന്നുള്ളത് ഞങ്ങൾ തലമുറകളുടെ ഉത്തരവാദിത്തമാണ്. കേൾക്കുമല്ലോ അല്ലേ? പഠിത്തവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവര് നിയമമൊന്നും അറിയത്തില്ല എന്നതാണോ തോന്നൽ? ആർട്ടിക്കിൾ 15 കൃത്യമായി പറയുന്നത് പൊതുസ്ഥലത്ത് മതപരമായ വിവേചനം പാടില്ല എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റിയാണ്, എല്ലാവരും തുല്യരാണ്. രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നവരെ തടഞ്ഞത് മതപരമായ വിവേചനമാണ്. ആർട്ടിക്കിൾ 16 ലംഘനമാണ്. ആർട്ടിക്കിൾ 19 സഞ്ചാര സ്വാതന്ത്ര്യമാണ്, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടിയാണ്, വ്യക്തിപരമായ സ്വാതന്ത്ര്യം. എക്സിക്യൂട്ടീവിന് ആർട്ടിക്കിൾ 21 ഇടപെടാൻ അനുവാദമില്ല.
എക്സിക്യൂട്ടീവിൻ്റെ പരമാധികാരം അനാവശ്യമായി ഇടപെടുന്നതാണ് ആർട്ടിക്കിൾ 21 നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീരുമാനിക്കും എൻ്റെ ദൈവം ആരാണെന്ന്, ആരെ ആരാധിക്കണം, ഏത് വിശ്വാസം തിരഞ്ഞെടുക്കണം, ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എല്ലാവരും അങ്ങനെയാണ്. ഈ രാജ്യത്ത് എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യമുണ്ട്. നിയമമെല്ലാം ഞങ്ങൾക്കറിയാമെങ്കിലും യാതൊരു നിയമവും ഞങ്ങൾ കയ്യിലെടുക്കാറില്ല. വാളും കുന്തും കുറവടിയും അത് ഞങ്ങൾ ഉപയോഗിക്കാറേയില്ല. നിങ്ങൾ നിന്ദിക്കുന്ന ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒരു വെള്ളിയാഴ്ച കൊണ്ട് നോട്ടീസ് തന്നു, ഞായറാഴ്ച ആരാധന നടത്താൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? സ്തോത്രം. അവിടെ ചെന്നപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പരിഹാസവും കൂടെ. സർക്കിളിനോട് ചോദിച്ചു, മുഖ്യമന്ത്രിയെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാ പാസ്റ്ററെ ആ വിഷയം വിട്ടാൽ നിങ്ങൾക്ക് ആരാധന നടത്താൻ പറ്റത്തില്ല. പക്ഷേ ഇദ്ദേഹം ചോദിക്കുന്ന വെള്ളിയാഴ്ച, അന്ന് എനിക്ക് മുഖ്യമന്ത്രിയെ പരിചയമില്ലായിരുന്നു, പക്ഷേ ഞാൻ ശനിയാഴ്ച പരിചയപ്പെട്ടു. നമ്മളങ്ങനെ വെള്ളിയാഴ്ച പരിചയമില്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച പരിചയപ്പെടും. അന്ന് ഞാൻ ചെന്നപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പ്രതിയെ പോലെ അവിടെ നിന്നു. എന്നാൽ സ്വതന്ത്രം ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഓഫീസിലോട്ട് വിളി വന്നു. നിങ്ങളിനി അവിടുത്തെ കാര്യം അന്വേഷിക്കേണ്ട, അത് ADGPയും അവിടുത്തെ SP കൊണ്ട് അവർ നേരിട്ട് അന്വേഷിച്ചോളൂ, പോലീസ് സ്റ്റേഷൻ വിട്ടേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം സർക്കിളിൽ വല്ലാത്തൊരു സ്നേഹം. കാരണം അന്ന് ഞാൻ ചെന്നപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയെ, പിന്നെ ചെന്നപ്പോൾ അറിയാം, സ്വതന്ത്രം നമ്മുടെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ അറിയാം. കാരണം അറിയേണ്ടി വന്നു. ചില പ്രതികൂലം നല്ലതിനാ. പ്രതികൂലങ്ങൾ വന്നാൽ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടമായി ഇപ്പോൾ പെന്തക്കോസ്ത് മാറിയിരിക്കുകയാണ്. ആരാധിക്കുന്നത് പുച്ഛം, അന്യഭാഷ പറയുന്നത് കേട്ടാൽ പുച്ഛം, പിന്നെ തുള്ളുന്നത് കണ്ടാൽ പുച്ഛം, ശബ്ദം ഉയർത്തിയാൽ പുച്ഛം, അങ്ങനെ പുച്ഛിക്കുന്ന ഒരു കൂട്ടമായി പെന്തക്കോസ്ത് തന്നെ മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ ചില കഷ്ടങ്ങൾ നമുക്ക് നല്ലതാണ്. കാരണം പെന്തക്കോസ്തിന്റെ ആത്മശക്തി കുറഞ്ഞു പോയതാണ്, അവരുടെ സ്നേഹവും ഐക്യതയും കുറഞ്ഞു പോയതാണ് ഇങ്ങനെയുള്ള ജാതികൾ നമുക്ക് നേരെ കൊടി ഉയർത്തുവാനുള്ള ഏക കാരണം. അതുകൊണ്ട് ആരെല്ലാം നമ്മളെ എത്ര ഏറിൽ കേട്ടിയാലും എത്ര പരിഹസിച്ചാലും ശരി, നമുക്ക് ശക്തമായിട്ട് സ്വർഗീയ ഭാഷ വിളിച്ചു പറയാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടിക്കളയാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഒന്നും നിനക്ക് ഹാനി വരുത്തുകയില്ല. യേശുവിന്റെ നാമത്തിൽ തകരട്ടെ ദുഷ്ടന്റെ കോട്ടകൾ, ഉരിയട്ടെ അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ. ഇന്ന് പകൽക്കാലം വിടുതലിന്റെ പകൽ, ദൈവശക്തി വ്യാപരിക്കുന്ന പകൽ, അന്ധകാരങ്ങൾ ഓടി മറയുന്ന പകലാണ്. കാലം വേദക്കാര താര, തക്കാലം വൈര പാല താര ചാല ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ. കാരണം തീക്കൊള്ളിയും കൊണ്ട് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ബിനു ഏതാത്മാവിൽ ശുശ്രൂഷിക്കുന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ അദ്ദേഹം യേശുവിന്റെ നാമത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. പാസ്റ്റർ ബിനു മാലയിടുന്നു, കമ്മലിടുന്നു, അത് ഞങ്ങളുടെ പ്രശ്നമല്ല, പക്ഷെങ്കിൽ അദ്ദേഹം ഒരു ദൈവ പൈതലാണ്. പാസ്റ്റർ ബിനു ഒരു കേരളക്കാരനെന്ന് മാത്രമല്ല, അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ്. ആ ജില്ല ഞങ്ങളുടെ സ്വന്തം ജില്ലയാണ്. ആ ജില്ല മൊത്തം യേശുവിന്റെ നാമത്തെ കൊണ്ട് നിറയ്ക്കണം എന്നുള്ളത് ഞങ്ങളുടെയും ആഗ്രഹമാണ്. അതുകൊണ്ടൊക്കെ എല്ലാ കാരണങ്ങളാലും ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. സ്നേഹത്തണലിൽ എന്ത് സംഭവിക്കുന്നു അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകൾ സ്വീകാര്യമാണ്. ഞങ്ങളുടെ ബന്ധങ്ങളും സ്വന്തങ്ങളും അവിടെ പോയി വിടുതൽ പ്രാപിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എത്രയോ കുടുംബങ്ങൾ ഭിന്നിച്ചു പോകാമായിരുന്നു, അതിനെ ചേർത്ത് പിടിച്ച അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. എത്രയോ കുട്ടികൾ അനാഥരാകാമായിരുന്നു, അവരെയൊക്കെ ചേർത്ത് പിടിച്ച അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായ എത്രയോ യൗവനക്കാരെ വിടുവിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. മക്കളില്ലാതിരുന്ന അനേകം വനിതകൾക്ക് കുഞ്ഞുങ്ങളെ നൽകിക്കൊടുത്ത അദ്ദേഹത്തിന്റെ ധന്യമായ ശുശ്രൂഷ. ഈ ഏത് കാരണങ്ങളാൽ നിങ്ങൾ അദ്ദേഹത്തിന് നേരെ കല്ലെറിയുന്നു? യേശു പോലും പറയുന്നു, എന്റെ നാമത്തിൽ ഒരുത്തൻ ശുശ്രൂഷിച്ചിട്ട് എന്നെ വേഗത്തിൽ തള്ളി പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകൾ അദ്ദേഹം ചെയ്യട്ടെ. വിടുതൽ പ്രാപിക്കുന്നവർ വിടുതൽ പ്രാപിച്ചെടുക്കട്ടെ. ഭൂതങ്ങളെ പുറത്താക്കുന്നു, പിശാചി ബാധിച്ചവരെ സൗഖ്യമാക്കുന്നു, മച്ചികളെ മക്കളുടെ അമ്മയാക്കി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. എല്ലാ രീതിയിലും ധന്യമായ ശുശ്രൂഷകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. വീണ്ടും ചെയ്യുക, തുടരുക. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കും. ജനിച്ചിട്ട് ഇതുവരെ അവൾ നടന്നിട്ടില്ല, ജനിച്ചിട്ട് ഇതുവരെ അവൾ വർത്താനം പറഞ്ഞിട്ടില്ല,
ജനിച്ചിട്ട് ഇതുവരെ അവളെ തല ഉയർത്തി നോക്കിയിട്ടില്ല. എന്നോട് ദൈവം പറയുക, ഇന്ന് രാവിലെ ഒരു അത്ഭുതം ഈ വീട്ടിലുണ്ടാവാൻ പോവാ. ഈ അപ്പനും അമ്മയും ഒക്കെ അവിടെ ഇരുന്ന് പറയുമായിരുന്നു, ദൈവമേ എന്റെ കൊച്ചിനെ ഒന്ന് തൊടാതെ പോവല്ലേ. നിന്റെ കുഞ്ഞ് എഴുന്നിട്ട് നടക്കും. നിന്റെ കുഞ്ഞൊരു അത്ഭുതമാകും. ഈ വല്യപ്പൻ കരയാത്ത ഒരു ദിവസവും ഇല്ല. ഞാൻ ഈ ഈസായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. നിന്റെ മക്കളോട് ദൈവം ക്ഷമിക്കണേ. അങ്ങേന്ന് പോയതിന് ദൈവം ക്ഷമിക്കണേ. കർത്താവേ, അവർക്ക് പകരം ഞാൻ നിലവിളിക്കുന്നേ അപ്പാ. അവർക്ക് പകരം ഞാൻ ഇടിവിൽ നിൽക്കുന്നേ അപ്പാ. ദൈവമേ, മടക്കി കൊണ്ടുവരണേ. ഞങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കണേ. ഈ നാട് നമ്മുടേതാണ്, ഈ മണ്ണ് നമ്മുടേതാണ്.